കത്തിക്കയറുന്ന ഇന്ധനവിലയിൽ ജനരോക്ഷം രൂക്ഷം. പൊതുജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണത്. നമുക്ക് ഇപ്പോഴത്തെ പഴയ ഇതിൽ തന്നെയല്ല ചാർജ് തന്നെയല്ല ഓടിക്കൊണ്ടിരിക്കണേ. ആളുകൾ അതിൽ കൂട്ടിയൊന്നും തരുമൊന്നുമില്ലല്ലോ. നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൽ പോയി കഴിഞ്ഞാൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് മെച്ചൊന്നും ഉണ്ടാവില്ല. ഇതിൽ പോയി കഴിഞ്ഞാൽ, ഈ കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. പെട്രോളിന് വില കൂടുന്നത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് അടിക്കണവർ ആ ഒരു റേറ്റിന് തന്നെ അടിക്കണുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാലറിയും കൂടുന്നില്ല, ഒരു കാര്യമില്ല, വരുമാനത്തിന് യാതൊരു കൂടുതലുമില്ല. പക്ഷേ ഈ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക്, അതായത് ഓരോ ദിവസവും നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾക്കൊക്കെ വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടുള്ള ആളുകൾ കൂടുതൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പൈസ കൊടുക്കുക മാത്രമേ ജീവിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. എന്നാൽ നമ്മൾ മനുഷ്യന്മാരല്ല, നമുക്കും ജീവിക്കണ്ടേ. അതുകൊണ്ട് വില കൂട്ടിയത് ഭയങ്കര ഏറ്റവും കൂടുതൽ അടിക്കിട്ടത് നമ്മളെ പോലുള്ള പാവപ്പെട്ട ആൾക്കാർക്കാണ്. തൃശ്ശൂർ മിക്ക ആൾക്കാരും ഓട്ടോറിക്ഷക്കാർ വാടകയ്ക്കെടുത്തൊക്കെ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡീസലിന് വില കൂട്ടുമ്പോൾ അവർക്കും പൈസ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതൊക്കെ അടിച്ച ശേഷം നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇതിൽ വരുന്ന ഇതിൻ്റെ ഷോർട്ടേജ് കൊണ്ട് വരുന്ന പ്രശ്നമാണ്, അല്ലാണ്ട് ഇപ്പോൾ മനഃപൂർവ്വം കൂട്ടണതല്ല. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അവരും കൂടി സഹകരിച്ചിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാവും. ഇതും തന്നെയല്ല, ഈ പെട്രോളിൻ്റെ ഇതിൽ കൂടുന്നതനുസരിച്ച് മറ്റുള്ള എല്ലാ വില കയറ്റവും കയറുകയും ചെയ്യും.